പള്ളിക്കുന്ന്, പുഴാതി, എടക്കാട്, എളയാവൂർ, ചേലോറ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്താണ് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വരിക. ഇതോടെ കണ്ണൂർ കേരളത്തിലെ 6ാമത്തെ കോർപ്പറേഷനാകും. 28 പുതിയ മുനിസിപ്പാലിറ്റികൾ നിലവിൽ വരുന്നതോടെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87ആയി ഉയരും. കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ നിലവിൽ വരിക. കൊടുവള്ളി, മുക്കം, രാമനാട്ടുകര, ചെറുവണ്ണൂർ, ബേപ്പൂർ, എരത്തൂർ, പയ്യോളി എന്നീ 7 മുനിസിപ്പാലിറ്റികൾ കോഴിക്കോട് ജില്ലയിൽ നിലവിൽ വരും. തിരുവനന്തപുരം കോർപ്പറേഷൻ വിഭജിച്ച് കഴക്കൂട്ടം മുനിസിപ്പാലിറ്റി നിലവിൽ വരും. കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര, പത്തനംതിട്ടയിൽ പന്തളം, കോട്ടയത്ത് ഈരാറ്റുപേട്ട, ഏറ്റുമാനൂർ, ആലപ്പുഴയിൽ ഹരിപ്പാട്, ഇടുക്കിയിൽ കട്ടപ്പന, എറണാകുളത്ത് പിറവം, കൂത്താട്ടുകുളം, തൃശ്ശൂരിൽ വടക്കാഞ്ചേരി, പാലക്കാട് പട്ടാമ്പി, ചെർപ്പുളശ്ശേരി, മണ്ണാർക്കാട്, മലപ്പുറത്ത് വളാഞ്ചേരി, പരപ്പനങ്ങാടി, കൊണ്ടോട്ടി, താനൂർ, കണ്ണൂരിൽ ഇരിട്ടി, ആന്തൂർ, പാനൂർ, വയനാട്ടിൽ മാനന്തവാടി എന്നിവയാണ് പുതിയ മുനിസിപ്പാലിറ്റികൾ. പുതിയ 28 മുനിസിപ്പാലിറ്റികളിൽ 18 എണ്ണം മുനിസിപ്പൽ ഡയറക്ടറുടെ റിപ്പോർട്ട് അനുസരിച്ചാണ് രൂപീകരിച്ചത്. 5 എണ്ണം മന്ത്രിസഭ കൂട്ടിച്ചേർത്തു. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റി വിഭജിച്ചാണ് ആന്തൂർ മുനിസിപ്പാലിറ്റി രൂപീകരിക്കുന്നത്. ഇതുകൂടാതെ 65ഓളം പുതിയ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.